ആഴ്ച 9 പേരാണ് നോമിനേറ്റഡായിരിക്കുന്നത്. ഈ വീക്കിലെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് രഞ്ജിത്ത്. എന്തൊക്കെ സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ വീക്കിൽ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്? സോ നമുക്കധികം വൈകിപ്പിക്കാതെ തുടങ്ങാം. ഇന്നത്തെ ഡേ 64 നോമിനേഷൻ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് തമിഴ് ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. അത് നമുക്ക് കഴിഞ്ഞ വീക്കിലെ കുറച്ച് സംഭവവികാസങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. കഴിഞ്ഞ വീക്ക് 9th വീക്കായിരുന്നു. 9th വീക്കിൽ പ്രധാനമായും സംഭവിച്ച സംഭവവികാസം എന്ന് പറയുന്നത് 12 പേർ നോമിനേറ്റഡായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നിരുന്നു. 2 പേരായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിച്ചിരുന്നത്. സാജനയും ജെഫ്രി ആയിരുന്നു, 2 പേരായിരുന്നു. വേറെ ഒന്നുമല്ല, ആക്ടിവിറ്റി ഏരിയയിലേക്ക് 2 പേരും പോവുക. പ്ലാസ്മ ടി വിയിൽ ഒരു നമ്പർ പ്ലേറ്റ് എഴുതി കാണിക്കും. ആ നമ്പർ പ്ലേറ്റ് ഏതെന്ന് കണ്ടുപിടിക്കുക. ഇതായിരുന്നു ഒരു സിമ്പിൾ ടാസ്ക് ആയിരുന്നു. ആദ്യം ആരാണോ കണ്ടുപിടിക്കുന്നത്, കണ്ടുപിടിച്ച് കൊടുക്കുന്നത് അവരായിരിക്കും വിന്നർ എന്നുള്ളതാണ് ഈ ടാസ്കിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. 10 റൗണ്ടുകളാണ് ഈ മത്സരത്തിനകത്തുള്ളത്. ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് 10 റൗണ്ടുകളാണ് കൊടുത്തിരുന്നത്. ആദ്യത്തെ റൗണ്ട് തന്നെ 5 പോയിൻ്റ് ജെഫ്രിയും 5 പോയിൻ്റ് സാജനയും സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവസാനം 2 പേരും ഈക്വലായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഈക്വലായിട്ട് വരുമ്പോൾ ബിഗ് ബോസ് പറയുന്നു ഒരു റൗണ്ട് കൂടി കളിക്കാൻ പറയുന്നു. അതായത് ഒരൊറ്റ റൗണ്ട് കൂടി, അതായത് അവസാന റൗണ്ട് കൂടി കളിക്കാൻ പറയുന്നു. അങ്ങനെ വീണ്ടും കളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം ജെഫ്രിയാണ് 9ാം വീക്കിൽ ക്യാപ്റ്റനായിട്ട് ചുമതലയേൽക്കുന്നത്. കിരീടം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷമാണ് പ്രമാദമായ നോമിനേഷൻ വരുന്നത്. അതിനുശേഷം ഷോപ്പിംഗ് ടാസ്ക് വരുന്നു. നല്ല മനോഹരമായിട്ട് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുകയാണ്. ജോലി ചെയ്യുന്നത് ആര്, ജോലി ചെയ്യാത്തത് ആര്, ജോലി ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുന്നത് ആര് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീക്ക്ലി ടാസ്കിന് മുന്നോടിയായിട്ടുള്ളൊരു റാങ്കിങ് ടാസ്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് 1 മുതൽ 8 വരെയുള്ള റാങ്കിങ് കൊടുക്കാൻ പറയുകയാണ് ചെയ്യുന്നത് ബിഗ് ബോസ്. അതിൽ 1ാമത്തെ റാങ്കിങ് കൊടുക്കുന്നത് രഞ്ജിത്തിന്, പിന്നെ 2ാമത്തത് അൻഷിത, സത്യ, ആനന്ദി, വിശാൽ, പവി, റയാൻ, അതുപോലെ തന്നെ ജെഫ്രി. ഈ 8 പേർക്കാണ് ആദ്യത്തെ റാങ്കിങ് കിട്ടുന്നത്. ഈ 8 പേർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇത് വീക്കിലി ടാസ്കിന് മുന്നോടിയായിട്ടുള്ള റാങ്കിങ് ടാസ്ക് ആയിരുന്നു. ഇതിൽ 8 പേര് വന്നിട്ടുണ്ട്. ഈ 8 പേർക്കും ഇനി മുതൽ, അതായത് വീക്ക്ലി ടാസ്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി മുതൽ ഈ 8 പേര്, അതായത് റാങ്കിങ് 1 മുതൽ 8 വരെ ഉള്ളവരുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ആയിട്ട് മാറാൻ പറയുകയാണ് ചെയ്യുന്നത് ഇവരോട്. ബാക്കിയുള്ളവർ ഡെവിൾസ് ആയിട്ട് മാറാൻ പറയുന്നു. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും കിരീടവും കാര്യങ്ങളൊക്കെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വീക്കിലി ടാസ്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെവിൾസ് വേഴ്സസ് ഏഞ്ചൽസ് ടാസ്ക്കാണ് കൊടുക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ടാസ്ക് തന്നെ ആയിരുന്നു. അതിനുശേഷം അതിന് മുന്നോടിയായിട്ട് ആ ടാസ്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ ടോപ്പ് 5 വരുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഓരോരുത്തരും പറയുമ്പോൾ, അതായത് ഓരോരുത്തരും അവരുടെ പേര് പറയാൻ പാടില്ല, മറ്റുള്ളവരുടെ പേര് ഓരോരുത്തരും ടോപ്പ് 5 നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന പേരുകൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട്. ടോപ്പ് 5 ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മനോഹരമായ വീക്കിലി ടാസ്ക് ആദ്യ ദിവസം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആദ്യ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏഞ്ചൽസ് ആയിട്ട് രഞ്ജിത്ത്, അൻഷിത, സത്യ, ആനന്ദി, വിശാൽ, പവി, റയാൻ, ജെഫ്രി ഇവർ 8 പേരും ഏഞ്ചൽസ് ആയിട്ട് മാറുന്നു. ബാക്കിയുള്ളവർ ഡെവിൾസ് ആയിട്ട് മാറുന്നു. ബാക്കിയുള്ളവർ മഞ്ജരി, ജാക്ലിൻ, മുത്തു, ദീപക്, സൗന്ദര്യ, സാജന, അരുൺ, തർഷിക, റാണവ് ഇവരാണ് ഡെവിൾസ് ആയിട്ട് മാറുന്നത്. അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ അടിയും കാര്യങ്ങളും വഴക്കും. പിന്നെ നമ്മുടെ അൻഷിത സമനില തെറ്റിയതുപോലെ എനിക്ക് ഗെയിം കളിക്കണ്ട, എന്നെ ഇവിടുന്ന് പുറത്താക്കണം, എനിക്ക് ബിഗ് ബോസിനോട് എനിക്ക് സംസാരിക്കണം, എനിക്ക് ഗെയിം കളിക്കണ്ട, അത് ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി സമനില തെറ്റിയ പോലെ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അലറി വിളിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ വേറെ ഉണ്ടാകുന്നുണ്ട് ഈ ടാസ്കിനകത്ത്. അതിനുശേഷം സാജനും സൗന്ദര്യം തമ്മിൽ ഇതിനിടയ്ക്ക് അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമായ ഫസ്റ്റ് ഡേ അവസാനിക്കുമ്പോൾ 2ാം ദിവസം വീക്കിലി ടാസ്കിൻ്റെ 2ാം ദിവസം തുടങ്ങുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഏഞ്ചൽസ് ആയവർ, അതായത് കഴിഞ്ഞ ദിവസം ഏഞ്ചൽസ് ആയിരുന്ന രഞ്ജിത്ത്, അൻഷിത, സത്യ, ആനന്ദി, വിശാൽ, പവി, റയാൻ, ജെഫ്രി ഇവർ ഇനി മുതൽ ഇന്നത്തെ ദിവസം
ഡബിൾസ് ആയിട്ട് മാറണം. അതായത് ഇന്നലെ ഏഞ്ചൽസ് ആയിരുന്നവർ ഇന്ന് ഡബിൾസ് ആയിട്ട് മാറണം, ഇന്നലെ ഡബിൾസ് ആയിട്ടിരുന്നവർ ഇന്ന് ഏഞ്ചൽസ് ആയിട്ട് മാറണം. ഇത്രയേ ഉള്ളൂ. അതായത് ഇന്നലെ ഡബിൾസ് ആയിട്ടിരുന്നത് നമ്മുടെ മഞ്ജരി, ജാക്ലിൻ, മുത്തു, ദീപക്, സൗന്ദര്യ, സാജന, അരുൺ, തർഷിക, റാണവ് ഇവരായിരുന്നല്ലോ ഇന്നലെ ഡബിൾസ് ആയിരുന്നവർ. ഇവർ ഇനി ഏഞ്ചൽസ് ആയിട്ട് മാറും. അപ്പോൾ ഇന്നലെ ഏഞ്ചൽസ് ആയിരുന്നവർ ഇനി ഡബിൾസ് ആയിട്ട് മാറും. അങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമായി രണ്ടാം ദിവസം പുരോഗമിക്കുകയാണ് ചെയ്യുന്നത്. അതിനും മനോഹരമായ അടിയും വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് നല്ല രീതിയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ അതായത് വീക്കിൻ്റെ അവസാന ദിവസം ബിഗ് ബോസ് പറയുകയാണ് ചെയ്യുന്നത്, അതായത് ഈ വീക്കിലി ടാസ്ക് ജയിക്കുന്ന ഒരാൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടുന്നതാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീക്കിലി ടാസ്കിൻ്റെ അവസാനം നോമിനേഷൻ ഫ്രീ കാർഡ് സ്വന്തമാക്കുന്നത് മഞ്ജരിയാണ്. മഞ്ജരിയെ സൂപ്പറായിട്ട് കളിച്ചു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ മഞ്ജരി വീക്കിലി ടാസ്കിൽ ജയിച്ച് നോമിനേഷൻ ഫ്രീ പാസ് സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി മഞ്ജരി ആരെങ്കിലും നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ, ക്യാപ്റ്റൻ ഒഴികെ, അതായത് മഞ്ജരി ഇന്നിമേറ്റ് വീക്കിൽ അവിക്ഷനിൽ പോയില്ലെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും എവിക്റ്റ് ചെയ്തിട്ട് പുറത്താക്കുകയാണെങ്കിലോ അങ്ങനെ പോവുകയാണെങ്കിൽ മാത്രമേ മഞ്ജരി പോകത്തുള്ളൂ. അല്ലെങ്കിൽ മഞ്ജരി 77ാമത്തെ ദിവസം വരെ സേഫ് ആണെന്നുള്ളതാണ് ഈ നോമിനേഷൻ ഫ്രീ പാസിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ നോമിനേഷൻ ഫ്രീ പാസിൽ നമ്മുടെ ജെഫ്രിക്ക് കിട്ടിയ പോലെ തന്നെ നമ്മുടെ 77 ദിവസം വരെ നമ്മുടെ മഞ്ജരിക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ വീക്കെൻഡ് വെള്ളിയാഴ്ച അവസാനിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ 2 ദിവസം വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ പറയുന്നത്, അതിന് മുമ്പ് വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വരുന്നതിന് മുമ്പ് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ട്. ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞ ദിവസം അതായത് വീക്കിലി ടാസ്കിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് അതായത് പറയുകയാണ് ചെയ്യുന്നത്. വീക്കിലി ടാസ്കിനെ ബേസ് ചെയ്തിട്ട് ആരാണ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത്, ആരാണ് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് പറയുമ്പോൾ എല്ലാവരും ബെസ്റ്റ് പെർഫോമറായിട്ട് 4 പേരാണ് പറയുന്നത്. 4 പേരെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ വരികയാണ് ചെയ്യുന്നത്. 4 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ 2 പേരാണ് സെലക്ട് ആവുന്നത്. എല്ലാവരും ക്യാപ്റ്റൻസി നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. 10ാം വീക്കിലേക്ക് രഞ്ജിത്താണ് ക്യാപ്റ്റനായിട്ട് മാറുകയും ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് മുതൽ ഇനി രഞ്ജിത്താണ് ബിഗ് ബോസ് വീടിൻ്റെ തലവൻ എന്ന് പറയുന്നത്. അതിനിടയിൽ വിശാലും ഹർഷിയും തമ്മിൽ നല്ല ലവ് ട്രാക്ക്, അതായത് നല്ല പ്രണയം തകർത്ത് പൊടിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ നല്ല ലവ് ട്രാക്ക് നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡാണ് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസം വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അപ്പോൾ അതുപോലെ സേതുപതി വരുന്നു, ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, മത്സരത്തിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഗോവ അതാണ് എടുത്ത് പറയാനുള്ളത്. ഗോവ ടീമായിട്ട് നമ്മുടെ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ, അവരുടെ എല്ലാ പ്ലാനും അടിച്ച് പൊളിച്ച് കൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. തർഷിക എടുത്തിട്ട് വാരുന്നുണ്ട് കഴിഞ്ഞ വീക്കിൽ. പിന്നെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സേതുപതി മാസ് കാണിച്ചു ഇന്നലെ, അതായത് റോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സേതുപതി. അപ്പോൾ അതുപോലെ തന്നെ വരുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളെ സ്വന്തം വിജയ് സേതുപതി എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അതിനു മുമ്പ് സേതുപതി പറയുന്നു, ഇന്ന് പ്രാവശ്യം ഒന്നല്ല ഡബിൾ എവിക്ഷനാണ് നടക്കാൻ പോകുന്നത്. ഞാൻ പോകുമ്പോൾ 2 പേരെ കൊണ്ടാണ് പോകുന്നത്. ഇപ്രാവശ്യം ഡബിൾ എവിക്ഷനാണെന്ന് പറയുന്നു. അത് കണ്ടസ്റ്റൻസിനോടും പറയുന്നുണ്ട്, ഡബിൾ എവിക്ഷനാണെന്ന് പറയുന്നത് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നു. ആദ്യമൊന്നും അവർക്ക് അറിയുന്നില്ല, ഇന്ന് സിംഗിൾ എവിക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ എവിക്ഷനിൽ തന്നെ നമ്മുടെ ആനന്ദിയാണ് പുറത്താകുന്നു. അപ്പോൾ എല്ലാവർക്കും ഷോക്കിംഗ് ആണ്. അതായത് അൺഫെയർ എവിക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആനന്ദിയുടെ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ അൺഫെയർ എവിക്ഷനാണ്. ഇപ്പോഴൊന്നും പോകേണ്ട ആളല്ല, നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾ തന്നെയാണ് ആനന്ദി. അപ്പോൾ ആനന്ദി ഇപ്പോഴൊന്നും പോകേണ്ട ആളല്ല. അപ്പോൾ ആദ്യം തന്നെ ആനന്ദിയാണ് എവിക്ഷനിൽ പുറത്താകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആശ്വാസം, ഇനി ഒരാളായിരിക്കുമല്ലോ ഈ ആഴ്ച പോകുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് സേതുപതി 2ാമത്തെ പെട്ടി അങ്ങോട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 2ാമത്തെ സസ്പെൻസ് അങ്ങോട്ട് പൊട്ടിക്കുന്നു. ഇന്ന് ഈ വീക്കിൽ ഒരാളല്ല പോകുന്നത്, ഡബിൾ എവിക്ഷനാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഡബിൾ എവിക്ഷനോ, അപ്പോൾ ആരായിരിക്കും ഇനി പോകാൻ സാധ്യത എല്ലാവരുടെ മുഖത്ത് ഒരു ടെൻഷൻ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ സേതുപതി അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത് നേരെ കാണിക്കുന്നു. അപ്പോൾ കാർഡ് എടുത്ത് നേരെ കാണിക്കുമ്പോൾ സാജനയുടെ പേരാണ്. അപ്പോൾ സാജന ഔട്ടാകുമ്പോൾ എല്ലാവരും പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. പൊട്ടിക്കരയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാജനയുടെ അൺഫെയർ എവിക്ഷനാണ്. മുമ്പൊക്കെ സാജന എന്താണ് കാണിക്കുന്നതെന്നും നമുക്ക് അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അൺഫെയർ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു എവിക്ഷൻ. കാരണം 2 പേരും പുറത്ത് പോകേണ്ട ഒരാളല്ല ഈ വീക്കിന് ഒഴിച്ച് കേട്ടോ. 2 പേരും നല്ല ഗെയിം കളിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷേ 2 പേരും എന്താണ്
പുറത്ത് പോയിരിക്കുകയാണ്, 2 പേര് ഔട്ടായിരിക്കുകയാണ്. പിന്നെ സേതുപതി വേറൊരു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 6 ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ 6 ആഴ്ച എന്ന് പറയുമ്പോൾ, ഇനി 6 ആഴ്ച എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി വീക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ഇനിയുള്ള വീക്കെൻഡിൽ ഡബിൾ എവിക്ഷനോ ട്രിപ്പിൾ എവിക്ഷനോ മിഡ് വീക്കിന് എവിക്ഷനോ വരെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. അങ്ങനെ സാജനയും ആനന്ദിയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി അതിനകത്ത് 17 പേര് ഇപ്പോഴും ഓൾറെഡി 17 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 15 പേര് ഓൾറെഡി ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ട്. ഇനി എന്തായാലും ഇവർ ഗ്രൂപ്പൊന്നും ചേർന്ന് കളിക്കാതെ നല്ല ഗെയിം കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 15 പേരുണ്ട്. അപ്പോൾ മിക്കവാറും ഈ ഒരാഴ്ച ചിലപ്പോൾ ഡബിൾ എവിക്ഷനോ, ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷനോ, ചിലപ്പോൾ ട്രിപ്പിൾ എവിക്ഷനോ നടക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നോമിനേഷൻ ലൈവ് ഡബിഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച 9 പേരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ അത് സേഫായുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. ആ നോമിനേഷൻ ലിസ്റ്റ് ഞാൻ പറയാം. 9 പേരാണ് നോമിനേറ്റ് ആയിരിക്കുന്നത്. 1ാമത്തെ പേര് അൻഷിത, 2 അരുൺ, 3 തർഷിക, 4 വിശാൽ, 5 സത്യ, 6 സൗന്ദര്യ, 7 പവി, 8 ജാക്ലിൻ, 9 റയാൻ. ഇങ്ങനെയാണ് ഈ 9 പേരാണ് ഈ ആഴ്ച 10ാം വീക്കിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട 10 പേർ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഓപ്പൺ നോമിനേഷനോ ഒന്നും അല്ലായിരുന്നു, കൺസൾട്ടേഷൻ റൂമിൽ വിളിച്ചിട്ടുള്ള നോമിനേഷൻ തന്നെയായിരുന്നു, കാലത്തെ പോലെ തന്നെ കേട്ടോ. ഇതിൽ 5 ഗേൾസും 4 ബോയ്സും, ടോട്ടൽ 10 പേര്, ടോട്ടൽ അതായത് 5 ബോയ്സും 9 പേരാണ്. അപ്പോൾ 5 ഗേൾസും 4 ബോയ്സുമാണ് നോമിനേറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 9 പേർ. ഓക്കെ, ഇനി നോമിനേഷനിൽ ഇല്ലാത്തവർ ആരൊക്കെയെന്ന് പറയാം. മുത്തു, ജെഫ്രി, റാണവ്, മഞ്ജരി, ദീപക്, രഞ്ജിത്തും മഞ്ജരിയും പിന്നെ ഓൾറെഡി മഞ്ജരിക്ക് നോമിനേഷൻ ഫ്രീ ഉണ്ട്. അതുപോലെ തന്നെ രഞ്ജിത്ത് ക്യാപ്റ്റനുമാണ്. അപ്പോൾ 2 പേരും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി മുത്തു, ജെഫ്രി, റാണവ്, ദീപക് ഇവരൊക്കെ സേഫ് ആയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഈ ആഴ്ച 9 പേരാണ് നോമിനേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആര് വേണമെങ്കിലും പുറത്തേക്ക് പോകാം. ട്രിപ്പിൾ എവിക്ഷൻ വരെ സംഭവിക്കാം, ഡബിൾ എവിക്ഷനും നടക്കാം. കാരണം ഇനിയുള്ള ദിവസം 15 പേരിപ്പോൾ 3 ഇനി വിജയ് സേതുപതി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 6 ആഴ്ചകളെ ഉള്ളൂ എന്ന്. അപ്പോൾ ഇനി ട്രിപ്പിൾ എവിക്ഷനോ ഡബിൾ എവിക്ഷനോ നടന്നില്ലെങ്കിൽ നടക്കത്തില്ല. കാരണം ടോപ്പ് 5ലേക്ക് 5 പേരെ എത്തണമെങ്കിൽ ട്രിപ്പിൾ എവിക്ഷനും ഡബിൾ എവിക്ഷനും നടന്നേ പറ്റൂ. ഇനിയുള്ള വീക്കിൽ ഡബിൾ എവിക്ഷൻ ഷുവറായിട്ട് വേണം, അല്ലെങ്കിൽ ട്രിപ്പിൾ എവിക്ഷനും വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് ഒരു പുതിയ വീക്കിലി ടാസ്ക്കാണ്. ഇന്ന് വരുന്ന ബിഗ് ബോസ് കൊടുക്കാത്തൊരു പുതിയൊരു വീക്കിലി ടാസ്ക് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാലും വീക്കിലി ടാസ്കൊക്കെ വരട്ടെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി വരുന്ന അടുത്തൊരു വീക്കിൽ നമുക്ക് സന്ധിക്കുന്ന വരയ്ക്കും എല്ലാം സന്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു, കാണാത്തൊരു കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീക്കിൻ്റെ പ്രധാന വിശേഷങ്ങളും എവിക്ഷൻ റിപ്പോർട്ട്സൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.